പണ്ട് കേട്ടിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊരു ദാട്ടിൻ്റെ വീട്ടിൽ വേറൊരു അവര് കാത്തലിക്സാ. ചെന്നയാൾ ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു പ്രമാണിയാ. അദ്ദേഹത്തിന്റെ പേര് വേണം ഞാൻ പറയാം, പുല്ലാത്തേരി ഗോപാലൻ. ചെന്ന വീട് ഞാനിപ്പോൾ പറയത്തില്ല, കാരണം അവന് ചിലപ്പോൾ ഇത് കേട്ടെങ്കിൽ പിന്നെ അത് ക്ഷീണമല്ലയോ. അതുകൊണ്ട് പുല്ലാത്തേരി ഗോപാലൻ വേറൊരു ധനാട്ടിൻ്റെ വീട്ടിൽ രാവിലെ ചെന്നു. വല്യമ്മ പറഞ്ഞുള്ള കഥയല്ല സംഭവമാണ്. അപ്പം അവിടുത്തെ കൊച്ചമ്മ വീട്ടിലെ അച്ചായനെ കൊണ്ട് കാപ്പി കൊടുത്തു. ഗോപാലൻ മുറ്റത്ത് നിൽക്കുക. അന്നത്തെ കാലവും കൂടാ. എന്നാൽ കട്ടൻ വേണോ കുടിച്ചോ തരട്ടെ എന്ന് ഇവർ ചോദിച്ചില്ല. ഗോപാലൻ വേറെ കാര്യത്തിന് വന്ന് പറഞ്ഞേച്ച് അവിടെ വർത്താനം പറഞ്ഞേക്കുക. മുതലാളി കാപ്പി കുടിക്കുന്ന കൊച്ചമ്മ ഒരു കപ്പ് കാപ്പി കൊണ്ട് മുതലാളിക്കും കൊടുത്തു. പറയേണ്ട കാര്യമെല്ലാം പറഞ്ഞിട്ട് ഗോപാലൻ അങ്ങ് പോയി. ഈ മുതലാളിയുടെ ബോട്ട് കോട്ടയത്ത് പണ്ട് പിന്നെ ചെന്നപ്പം ഗോപാലൻ ഒരിയാൾക്ക് പഞ്ചാരി ഒരിയാൾക്ക് കാപ്പിക്കുരിയും കൂടെ പിന്നെ അങ്ങോട്ട് ബോട്ടലോട്ട് വെച്ചാൽ അങ്ങോട്ട് കൊടുത്തേക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ബോട്ട് മുതലാളിയുടെ വീട്ടിൽ വന്നപ്പം ജോലിക്കാർ കാപ്പിക്കുരി ഒരിയാൾക്ക് പഞ്ചാരി മുതലാളി വെച്ചാൽ തന്നെ പുല്ലാത്തിരി ഗോപാലൻ തന്നു വിട്ടതാണ്. ഗോപാലനോട് പറഞ്ഞില്ലല്ലോ കാപ്പിക്കുരും പഞ്ചാരയും. ഇന്നത്തെ പോലെ പോണധികമില്ലല്ലോ. പിന്നീട് ഇവർ തമ്മിൽ കണ്ട എന്ത് ഗോപാലൻ ഒരിയാൾക്ക് പഞ്ചാര, അത് ഞാൻ നാളെ വന്നപ്പോൾ അവിടെ കാപ്പിപ്പൊടിയും പഞ്ചാര ഇല്ലെന്ന് എനിക്ക് തോന്നി. തെറി പറയണ്ടല്ലോ, എന്തിനാ തെറി പറയാണ്ടേ? സ്തോത്രം. നല്ലൊരു മനസാക്ഷി വേണം കേട്ടോ.